ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് വൈകിയോണ്ട് ഞാൻ എല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മിനിസ്റ്റർ സുയും കൂട്ടാളികളെയും അവർ ചെയ്ത രാജ്യദ്രോഹ കുറ്റത്തിനുള്ള ശിക്ഷ കൊടുത്ത ശേഷം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ചിയാൻ തന്റെ അമ്മയെ കാണാൻ പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. അബോധാവസ്ഥയിലായിരുന്ന എംപ്രസ് ഡോവേജർ തന്റെ ആങ്ങളയായ മിനിസ്റ്റർ സുയോട് എന്റെ മോനെ ഒന്നും ചെയ്യരുത്, അവൻ പാവാണ്, അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ അമ്മയുടെ ആ അവസ്ഥ കണ്ട് അമ്മ ഇത് ഞാനാണ്, ചിയാനാണ്, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് മോനെ കെട്ടിപ്പിടിച്ചോണ്ട് അമ്മ പറയുന്നു, മോനെ ഇതെല്ലാം എന്റെ തെറ്റാണ്, നിനക്ക് കോർട്ടിൽ ഒരു സപ്പോർട്ടാവും എന്ന് കരുതി മാത്രമാണ് മിനിസ്റ്റർ സുയെ ഞാൻ മന്ത്രിയാക്കിയത്. പക്ഷേ അയാൾ നിന്റെ സിംഹാസനം കൊതിക്കുമെന്നും നിന്നെ തന്നെ ഉപദ്രവിക്കുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല, നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മോനോട് ക്ഷമ ചോദിക്കുന്നു. അത് കേട്ടതും കിങ് പറയുന്നു, അമ്മേ പണ്ടത്തെ പോലെ 10 വയസ്സുള്ള ചെറിയൊരു കുട്ടിയല്ല ഞാൻ, ഇപ്പൊ ഞാൻ വലുതായി, അമ്മയെയും ഈ രാജ്യത്തെയും സംരക്ഷിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, എന്നെ ഓർത്ത് എന്റെ അമ്മ ഒരിക്കലും വിഷമിക്കേണ്ട, എന്റെ അമ്മയെ ദ്രോഹിച്ചവർക്ക് തക്ക ശിക്ഷ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പുറത്ത് വാനറിനെ കാണാൻ പ്രിൻസ് ഹീച്ചിങ് എത്തി. പ്രിൻസ് ഹീച്ചിങ്ങിനെ കണ്ടതും വാനർ തന്റെ അച്ഛനെ പറ്റി തിരക്കി. അപ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറഞ്ഞു, മിനിസ്റ്റർ സുയി രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തത്, കിങ്ങിനെ കൊല്ലാനാണ് ശ്രമിച്ചത്, ആ ശിക്ഷയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഫാമിലി മുഴുവൻ കൊന്നുകളയുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നിന്റെ അച്ഛനായതുകൊണ്ടും എംപ്രസ് ഡോവേജറിന്റെ ആങ്ങളെ ആയതുകൊണ്ടും ഫാമിലി മുഴുവൻ കൊല്ലുന്നതിന് പകരം അതിൽ പങ്കാളികളായ ആൾക്കാരെ മാത്രം അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. തന്റെ അച്ഛൻ ജയിലിലാണ് എന്ന് കേട്ടതും വാനർ തളർന്നുപോയി. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിൻ താൻ ഇതിനു മുമ്പ് താമസിച്ച ലിങ്ടായ് പാവലിയനിലോട്ട് തന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതാണ്. അവളെ കണ്ടതും അവളുടെ തോഴിമാർ അവളെ അടിമുടി നോക്കിയിട്ട് ചോദിക്കുന്നു, എമിസേരി താങ്കൾ എന്താ ഈ പെൺവേഷത്തിൽ നിൽക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, കാരണം ഞാൻ എന്നും ഒരു പെണ്ണായിരുന്നു, ഞാൻ ആൺവേഷമാണ് കെട്ടിയത് എന്ന് പറഞ്ഞപ്പോൾ അവരാകെ അത്ഭുതപ്പെട്ടു പോകുന്നു. അല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, സൗചുവാൻ എന്തിയെ? ഞാൻ വന്നത് അവൾ അറിഞ്ഞില്ലേ? അവൾ എന്താ എന്നെ കാണാൻ വരാത്തേ? ഓ, എന്നെ പറ്റിക്കാൻ വേണ്ടി അവൾ ഒളിച്ചിരിക്കുകയായിരിക്കും അല്ലേ, സാരമില്ല, ഞാൻ അവളെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ സൗചുവാനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവളുടെ റൂമിലോട്ട് പോകുന്നു. അവിടെ ചെന്നതും സൗചുവാന്റെ ഡെഡ് ബോഡി കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഹീറോയിനോട് അവളുടെ തോഴിമാർ പറയുന്നു, ഒരു ദിവസം എംപ്രസ് ഡോവേജറിന് ഫുഡും കൊണ്ട് പോയതായിരുന്നു, പക്ഷെ അവൾ പിന്നെ തിരികെ വന്നില്ല, ഞങ്ങൾ അറിഞ്ഞത് എന്തോ കേൾക്കാൻ പാടില്ലാത്ത കാര്യം കേട്ടിട്ട് മിനിസ്റ്റർ സുവിന്റെ ആൾക്കാർ അവളെ കൊന്നു എന്നാണ്. അപ്പോഴത്തേക്കും സൗചുവാനുള്ള ഗിഫ്റ്റുമായിട്ട് കോങ്ങും അങ്ങോട്ട് വന്നിരുന്നു. താൻ ജീവൻ തുല്യ സ്നേഹിച്ച തന്റെ പ്രിയതമയുടെ ബോഡി കണ്ട് അവൻ അന്താളിച്ച് നിന്നു. ഹീറോയിൻ മരിച്ചു കിടക്കണ അവളുടെ ഫ്രണ്ടിനെ നോക്കിയിട്ട് പറയുന്നു, ചുവാൻ ഒന്ന് കണ്ണു തുറന്ന് എന്നെ നോക്ക്, നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്, ഒന്ന് കണ്ണു തുറന്ന് നോക്ക് എന്ന് സങ്കടത്തോടെ പറയുന്നു. കോങ്ങാട്ടെ തന്റെ പ്രിയതമക്ക് വേണ്ടി അവൻ കൊണ്ടുവന്ന ഹെയർ പിൻ എടുത്ത് അവളുടെ മുടിയിൽ ചൂടിക്കൊടുത്തിട്ട് അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും ആ ഹെയർ പിൻ അവൾക്ക് നല്ലോണം ചേരുന്നുണ്ടെന്നും പറഞ്ഞ് അവർക്കിടയിൽ നടന്ന മനോഹരമായ നിമിഷങ്ങൾ ഓർത്ത് അവൻ ഒരുപാട് സങ്കടപ്പെടുന്നു. സൗചുവാന്റെ മരണം നമ്മുടെ ഹീറോയിനെ ഒരുപാട് സങ്കടത്തിലാഴ്ത്തി. അവൾ ഒറ്റയ്ക്കിരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കിങ്ങിന്റെ ബോഡി ദഹിപ്പിക്കാൻ വേണ്ടി എടുത്തപ്പോൾ അവിടെ മഴ പെയ്തപ്പോൾ അവളുടെ ശരീരം മുഴുവനായി ഡിസപ്പിയർ ചെയ്ത കാര്യം അവൾ ഓർക്കുന്നു. ആ ഒരു സിഗ്നൽ അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവാൻ പോകുന്നതിന്റെ സിഗ്നലാണോ അതോ തിരിച്ചു വീട്ടിലെത്താൻ പോകുന്നതിന്റെ ആണോ എന്ന് മനസ്സിലാവാതെ അവൾ വിഷമിച്ചിരിക്കുന്നു. പണ്ടൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ വീട്ടിൽ തിരിച്ചു പോയാൽ എൻ്റെ ചിയാൻ്റെ അവസ്ഥ എന്താവുമെന്നറിയാതെ എനിക്കൊരുപാട് സങ്കടമാവുന്നു, ഞാൻ എങ്ങനെ സമാധാനത്തോടെ വീട്ടിൽ തിരിച്ചു പോവും എന്നൊക്കെ ഇങ്ങനെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചിയാൻ അവളെ കാണാൻ അങ്ങോട്ട് വന്നത്. അവനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഹീറോയിൻ്റെ വിഷമം കണ്ടതും നമ്മുടെ കിങ് അവളോട് പറയുന്നു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, സൗചുവാന്റെ മരണത്തിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും, അവരുടെ മരണത്തിന് കാരണമായ ആരാണേലും ശരി അവരെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല എന്ന് വാക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ കോങ്ങിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. കോങ് വളരെ വിഷമത്തിലാണ്, അവന് ഈ അവസ്ഥയിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല, അവന് അവളെ അത്രത്തോളം ഇഷ്ടമാണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് ഹീറോ പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നു, ചിയാൻ ഒരു പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എന്നെ ഇവിടുന്ന് കാണാതായാൽ താങ്കൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു, കാണാതായാലത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നീ എനിക്ക് വേണ്ടി അന്ന് കരഞ്ഞപ്പോൾ എന്നെ ഓർത്ത് നീ സങ്കടപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു, നമുക്കിടയിലുള്ള പ്രണയം എത്രത്തോളം ആയിരുന്നു എന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇനി കാലം നമ്മെ വേർപിരിക്കുവോളം ഞാൻ നിന്നെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും, നിന്നെ ഞാൻ ഒരിക്കലും കരയിക്കില്ല എന്ന് വാക്ക് കൊടുക്കുന്നു. പിറ്റേന്ന് രാവിലെ പ്രിൻസ് ഹീച്ചിങ്ങിനെയും വാനറിനെയും ലീറ്റാവുവിനെയും യാത്ര അയക്കാൻ വേണ്ടി കിങ്ങും ഹീറോയിനും കൂടി ചെന്നു. അവന് ചെയ്തു കൊടുത്ത സഹായത്തിന് കിങ് എല്ലാവരോടും നന്ദി പറയുകയും ലീറ്റാവോയ്ക്ക് കനാലിന്റെ ബ്ലൂ പ്രിന്റ് കൊടുക്കുകയും എന്നിട്ട് തമാശയോടെ പറഞ്ഞു, ഇത് നിന്നെ കണ്ടിട്ട് തന്നതൊന്നുമല്ല, നിന്റെ നാട്ടിലെ പ്രജകൾ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടണ്ട എന്ന് കരുതി തന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ലീട്ടാവോ തൻ്റെ പ്രജകൾക്ക് വേണ്ടി കിങ്ങിനോട് നന്ദി പറഞ്ഞപ്പോൾ കിങ് പറയുന്നു, നിന്റെ നന്ദിയൊന്നും എനിക്ക് വേണ്ട,
എൻ്റെയും മെങ്മെങ്ങിൻ്റെയും കല്യാണത്തിനല്ലാതെ നിന്നെ ഈ രാജ്യത്ത് ഞാൻ കണ്ടുപോയേക്കരുത്, വേഗം സ്ഥലം വിട്ടോ എന്ന് തമാശയ്ക്ക് പറയുന്നു. അങ്ങനെ ലീറ്റാവും പ്രിൻസ് ഹീച്ചിങ്ങും വാനറും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിന്നപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, എന്തിനാ നിങ്ങളെല്ലാവരും പോകുന്നത്, നമുക്കെല്ലാവർക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചൂടെ എന്ന് പറഞ്ഞപ്പോൾ വാനർ പറയുന്നു, എല്ലാ ബന്ധങ്ങളും ഒരിക്കൽ വേർപിരിയേണ്ടവയാണ്. ചില വേർപാടുകൾ അത് നല്ലതിന് വേണ്ടിയിട്ടാണ്. നീ ഒരിക്കലും വിഷമിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി എന്നും കത്തെഴുതാം എന്ന് പറഞ്ഞ് അവർ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ പലതും കടന്നുപോയി. ഹീറോ ആട്ടെ രാജ്യകാര്യങ്ങളിലും കനാലിൻ്റെ പണികളും ബിസിയായി. ഹീറോയിൻ്റെ എല്ലാ കാര്യങ്ങളും അടുത്തുനിന്ന് നോക്കാൻ ലൂവിനെ ഏൽപ്പിച്ചായിരുന്നു. ഈയിടെ ആയിട്ട് ഹീറോയിൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല എന്ന് ലൂ കിങ്ങിനോട് പരാതി പറഞ്ഞതനുസരിച്ച് കിങ് അവളെ കാണാൻ അങ്ങോട്ട് പോയി. വിഷമിച്ചിരിക്കുന്ന അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ നാട്ടിലേതുപോലെ അവൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നൂഡിൽസും സൂപ്പും ഒക്കെ ഉണ്ടാക്കിച്ചിട്ട് ഹീറോയിൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള നൂഡിൽസും സൂപ്പും അവൻ തന്നെ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കൊണ്ടുവന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഫുഡ് കണ്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമായി. വളരെ ഇഷ്ടത്തോടെ ആ ഭക്ഷണം അവൾ കഴിച്ചുകൊണ്ടിരിക്കെ ഇനിയൊരു സർപ്രൈസും കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അവളെ വേറൊരു റൂമിലോട്ട് കൊണ്ടുപോയി ഇരുത്തി. കയ്യിലൊരു പൊതി പോപ്കോണും തിയേറ്ററും ഒക്കെ അവൻ അവിടെ സെറ്റ് ചെയ്തു. ലൂവും സ്കോളറും അതിനകത്ത് നാടകം കളിച്ചു. അതെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെ നമ്മുടെ ഹീറോയും ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ സങ്കടമെല്ലാം മാറി സന്തോഷത്തോടെ ഇരുന്നപ്പോൾ ഹീറോയിനെ പ്രപ്പോസ് ചെയ്തു. അത് കണ്ടതും അവൾക്ക് ഒരുപാട് സങ്കടമായെങ്കിലും അവൾ അവനോട് പറയുന്നു, ഞാൻ എത്ര നാൾ ഇവിടെ ഉണ്ടാവും എന്ന് അറിയില്ല, പെട്ടെന്നൊരു ദിവസം എന്നെ കാണാതായാൽ എന്തോ ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മതി എനിക്ക്. മരണം വരെ നീ മാത്രമായിരിക്കും എൻ്റെ ഭാര്യ, നിന്നെ മാത്രമേ ഞാൻ സ്നേഹിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ മോതിരം അണിയിക്കുന്നു. പിറ്റേന്ന് രാവിലെ കോർട്ടിൽ വെച്ച് എല്ലാ മന്ത്രിമാരുടെയും മുന്നിൽ ഹീറോയിനെ തൻ്റെ രാജ്ഞിയാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഹീറോ വെളിപ്പെടുത്തി. പക്ഷേ പലരും അതിനെ എതിർത്തു. ഹീറോയിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ ക്യൂനാക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോ വളരെ ദേഷ്യത്തോടെ അവരോട് പറയുന്നു, അവൾ ഇല്ലായിരുന്നെങ്കിൽ കനാൽ നിർമ്മിക്കില്ലായിരുന്നു, വെള്ളത്തിൻ്റെ പ്രശ്നം തീരില്ലായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ ജീവനോടെ ഇരിക്കാനുള്ള കാരണവും അവളാണ്. ഞാൻ അവളെ അല്ലാതെ മറ്റൊരു വിവാഹം കഴിക്കത്തില്ല. ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിച്ചു, പക്ഷേ ഇനി കഴിയില്ല, ഇതെൻ്റെ ഫൈനൽ തീരുമാനമാണ് എന്ന് പറഞ്ഞ് കിങ് അവിടുന്ന് ദേഷ്യപ്പെട്ട് എണീറ്റ് പോകും. പക്ഷേ മന്ത്രിമാർ അപ്പോഴും അതൊന്നും ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അവൾ സമരം ചെയ്തു. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ കൊട്ടാരത്തിൽ നടക്കുമ്പോഴും കിങ്ങെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്ക് എന്ന് പറഞ്ഞ് മന്ത്രിമാർ പൊരിവെയിലത്ത് സമരം ചെയ്തോണ്ടേയിരുന്നു. വെയിലിന്റെ കാഠിന്യം സഹിക്കാൻ വയ്യാതെ പലരും തളർന്നു വീണിട്ടും അവർ പിന്മാറിയില്ല. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഹീറോയോട് ലൂ വന്ന് പറഞ്ഞു. സമരം ചെയ്ത് മടുക്കുമ്പോൾ അവർ തന്നെത്താനെ അവിടുന്ന് എണീറ്റ് പോയിക്കോളും. പക്ഷെ മെമ്മെങ് ഇതറിയാതെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ലൂ പറയുന്നു, അത് സാരമില്ല, കല്യാണം കഴിയുന്നത് വരെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കാണാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് എന്ന് ഞാൻ ഹീറോയിനോട് പറഞ്ഞോളാം എന്ന് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക്